മാലിന്യമാണ്. അതിനേക്കാൾ ഉപരി ലഹരിയുടെ പിടിയിൽ അമർത്തപ്പെട്ട ഈ കൊച്ചു കേരളത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ എത്ര കേമനാണെങ്കിലും എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും അവരെല്ലാം ഇന്ന് അനേക ദുശീലങ്ങളിൽ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാക്കപ്പെട്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നാം ഇന്ന് ഓരോരുത്തരും നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത്? എങ്ങനെ അതിനെ മാറ്റാൻ കഴിയും? നമുക്കറിയാം, ഇന്നും നിരവധി അനവധി ഡി എഡിഷൻ സെന്ററുകളുണ്ട്. എന്തുവാ, ഒരാൾ മദ്യപാനത്തിന് അടിമയായാൽ എങ്ങനെയെങ്കിലും വിമോചനം നേടുവാൻ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആഴ്ചകളോളം അവിടെയുള്ള ട്രീറ്റ്മെന്റും അവിടെയുള്ള ഉപദേശങ്ങളും കേട്ട് ആ മനുഷ്യൻ അതിൽ നിന്നും മോചിതനാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഇങ്ങനെയുള്ള ഓരോ എഡിഷൻ സെന്ററുകളും. പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞ് ആ മനുഷ്യൻ തിരികെ വീട്ടിലെത്തി കൂട്ടുകാരോട് കൂടുന്നു, നാട്ടുകാരോട് ഒത്തുകൂടുന്നു. പിന്നീട് വീണ്ടും അവൻ ഏത് ലഹരി ഉപയോഗിച്ചോ അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയായ ലഹരിക്ക് ആ മനുഷ്യൻ അടിമയാകുന്നു. സ്നേഹിത, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഉലകത്തിൽ ഒരു മനുഷ്യനെയും മാറ്റാൻ ഇവിടുത്തെ മതങ്ങൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ യാതൊരു പ്രസ്ഥാനങ്ങൾക്കും കഴിയത്തില്ല. എന്നാൽ ഞങ്ങൾ ഈ സമയം പ്രഘോഷിക്കുന്ന നസറേനായ യേശുക്രിസ്തുവിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്താൻ കഴിയും. അവന്റെ മദ്യപാനത്തിന്, അവന്റെ മയക്കുമരുന്നുകൾക്ക്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന സകല സ്വഭാവങ്ങൾക്കും ആ മനുഷ്യനെ മാറ്റാൻ കഴിയുന്നത് വിശുദ്ധ തിരുവെഴുത്തിനാണെന്ന് ഇന്ന് അധികം ശക്തിയോടും ഗൗരവത്തോടും ഈ മലയോര പ്രദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. കാരണം എന്താ? ഇതുപോലൊരു മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയുന്ന വേറൊരു പ്രസ്ഥാനമില്ല, വേറൊരു യുഗ പുരുഷനില്ല എന്ന് ഇന്ന് നാം മനസ്സിലാക്കേണ്ട കാലഘട്ടത്തിന് നടുവില നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിനകത്തൂടെയാണ്. കാരണം എന്താ? ഇതെങ്ങനെയാ ഇവിടെ സംഭവിച്ചത്? അതിനൊക്കെ ഞാൻ പറയാം. ഇവിടെ ആര്യന്മാരുടെ വരവോടുകൂടെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് അന്നാന്ന് കുറിപ്പാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി അനവധി വിഷയങ്ങളുണ്ട്. ആര്യമതമാണെങ്കിൽ